ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ വിൻഡോസ് ഓഫ് നോളജ് എന്നതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദി നെയിം ഓഫ് ഫോട്ടോ റിസെപ്റ്റർ ഗിവൺ ബിലോ. നെയിം ദി പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. റെറ്റിനയിൽ കാണപ്പെടുന്ന ഒരു ഫോട്ടോ റിസെപ്റ്റർ താഴെ കൊടുത്തിരിക്കുന്നു. അത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ നെയിം എഴുതുക, അതിലെ പിഗ്മെൻറ്റിൻ്റെ നെയിമും എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കോൺസെല്ലാണ്, റെറ്റിനയിലെ കോൺസെല്ലാണ്. കോൺസെല്ലിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റിൻ്റെ പേര് ഫോട്ടോപ്സിൻ ഓർ ഐഡോപ്സിൻ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദി ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റ്, light rays, image is formed on dash, impulse, dash, cerebrum, sense of vision. First question, fill up A and B appropriately. Second one, how are impulses generated when image is formed? ഈ ഇല്ലുസ്ട്രേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഒരു ഇമേജ് ഫോർമേഷൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എയും ബിയും ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ആദ്യം ആ ഫ്ലോ ചാർട്ട് നന്നായി ശ്രദ്ധിക്കണം. ഒരു ഒബ്ജക്റ്റ് കാണുന്നു, അതിൻ്റെ ലൈറ്റ് നമ്മുടെ കണ്ണുകളിലേക്ക് പ്രവേശിക്കുന്നു, ഇമേജ് റെറ്റിനയിൽ ഫോം ചെയ്യുന്നു. അപ്പോൾ എ എന്ന ഭാഗത്ത് റെറ്റിന എന്നാണ് ഫിൽ ചെയ്യേണ്ടത്. റെറ്റിനയിലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. പിന്നീട് ഇമ്പൾസസ് ഫോം ചെയ്യുന്നു. ഒപ്റ്റിക് നെർവ്സ് ഇമ്പൾസസിനെ സെറിബ്രത്തിലെത്തിക്കുന്നു. അതുവഴി നമുക്ക് വിഷൻ സാധ്യമാകുന്നു. അപ്പോൾ ബി എന്ന ഭാഗത്ത് ഒപ്റ്റിക് നെർവ് എന്നാണ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ സെക്കൻഡ് നോക്കാം. ഇമേജ് റെറ്റിനയിൽ ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെറ്റിനയിലെ ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ ലൈറ്റ് പതിക്കുമ്പോൾ ഫോട്ടോ റിസെപ്റ്റേഴ്സിലെ പിഗ്മെൻറ്റ്സ് ഡിസോസിയേറ്റ് ചെയ്യുന്നു. ഈ കെമിക്കൽ ചേഞ്ച് ഇമ്പൾസസിനെ ഉണ്ടാക്കുന്നു. ഈ ഇമ്പൾസസിനെ ഒപ്റ്റിക് നെർവിലൂടെ സെറിബ്രത്തിൽ എത്തിക്കുന്നു. അങ്ങനെ വിഷൻ സാധ്യമാകും. When light falls on photoreceptors, the pigments in them dissociate. This chemical change creates impulses. These impulses are transmitted to cerebrum through optic nerves and this enables vision. Fourth question നോക്കാം. Analyze the figures related to the power of accommodation of the eye and answer the questions. പവർ ഓഫ് അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട ഒരു പിക്ചർ താഴെ കൊടുത്തിരിക്കുന്നു. ഇത് നോക്കി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ഫിഗർ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ചേഞ്ച് ഇൻ ലെൻസ് വൈൽ വ്യൂവിങ് നിയർ ഒബ്ജക്ട്സ്. ഇതിൽ ഏത് ഫിഗറാണ് നിയർ ഒബ്ജക്ട്സ് കാണുമ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് ഒക്വർ വൈൽ വ്യൂവിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ്. ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് കാണുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നാണ് ചോദ്യം. നമ്മൾ നിയർ ഒബ്ജക്ട്സ് കാണുമ്പോൾ കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസ് ആവുകയും ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് കാണുമ്പോൾ കർവേച്ചർ ഓഫ് ലെൻസ് ഡിക്രീസസ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഏത് ഫിഗറാണ് നിയർ ഒബ്ജക്ട്സ് കാണുമ്പോൾ ഉണ്ടാകുന്നത് എന്നറിയാൻ ഏത് ഫിഗറിലാണ് കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസ് ആയിട്ടുള്ളത് എന്ന് നോക്കിയാൽ മതി. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഫിഗർ എയിലാണ് കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസസ് ആയിട്ടുള്ളത്. ഫിഗർ ബിയിൽ കർവേച്ചർ ഓഫ് ലെൻസ് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. സോ ദി ആൻസർ ഈസ് ഫിഗർ എ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനെ കാണുമ്പോൾ എന്തൊക്കെ ചേഞ്ചാണ് വരുന്നത് എന്നാണ്. സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യും, ലിഗമെന്റ് സ്ട്രെച്ച് ആവും, കർവേച്ചർ ഓഫ് ലെൻസ് ഡിക്രീസസ് ആവും, ഫോക്കൽ ലെങ്ത് ഇൻക്രീസസ് ചെയ്യും. ഇതൊക്കെയാണ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് കാണുമ്പോൾ വരുന്ന ചേഞ്ചസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദി ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഐ ഡിസീസ്. അറേഞ്ച് ദം ഇൻ ടേബിൾ ബൈ ഗിവിങ് സ്യൂട്ടബിൾ ടൈറ്റിൽസ്. താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിരിക്കുന്നു. റീ അബ്സോർപ്ഷൻ ഓഫ് അക്യൂസ് ഹ്യൂമർ ഡസ് നോട്ട് ഒക്കർ. ഡിഫക്ട്സ് ഇൻ കോൺസെൽസ്. ലേസർ ട്രീറ്റ്മെൻറ്റ് ഈസ് ദി റെമഡി. ഐ ലെൻസ് ബിക്കേം ഒപെക്. ഇവകളെ ഒരു ടാബിളാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നിനും യോജിച്ച് ടൈറ്റിൽ കൊടുത്തിട്ട് ടാബിളാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. റീ അബ്സോർപ്ഷൻ ഓഫ് അക്യൂസ് ഹ്യൂമർ ഡസ് നോട്ട് ഒക്കർ. ഇത് ഏത് ഡിസീസാണ്? ഗ്ലൂക്കോമ ആണല്ലേ. അപ്പോൾ ടാബിളിൻ്റെ എ എന്ന ഭാഗത്തിന് ഗ്ലൂക്കോമ എന്ന പേര് നൽകി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതിൽ ഉൾപ്പെടുത്താം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ഡിഫക്ട്സ് ഇൻ കോൺസെൽസ്. കോൺസെൽസിന് ഡിഫക്റ്റ് ഉണ്ടാകുന്നത്
കളർ ബ്ലൈൻഡ്നെസ്സിന് കാരണമാകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേബിൾ ബി എന്ന കോളത്തിന് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പേര് നൽകാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ലേസർ ട്രീറ്റ്മെൻറ്റ് ഈസ് ദി റെമഡി. ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറുന്ന അസുഖം ഗ്ലൂക്കോമയാകുന്നു. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഗ്ലൂക്കോമ എന്നതിൽ ഉൾപ്പെടുത്താം. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, ഐ ലെൻസ് ബിക്കം ഒപ്പാക്ക്. ഐ ലെൻസ് ഒപ്പാക്ക് ആകുന്ന അസുഖം കാറ്ററാക്റ്റ് ആണ്. അപ്പോൾ പുതിയൊരു സി എന്ന ഓപ്ഷൻ കൊടുത്ത് കാറ്ററാക്റ്റ് എന്ന നെയിം നൽകാം. ഇപ്പോൾ ടോട്ടൽ ടാബിളിനുള്ളിൽ 3 ബോക്സസ് ആയിട്ടാണുള്ളത്. ഒന്ന് ഗ്ലൂക്കോമ, കളർ ബ്ലൈൻഡ്നെസ്, കാറ്ററാക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദി ഫിഗർ റിലേറ്റഡ് ടു ദ സ്ട്രക്ചർ ഓഫ് ഇയേഴ്സ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. താഴെ ഒരു ഇയറിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. Question A, identify and name the part indicated as A. Question B, how does this part influence the sense of hearing? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ എന്നടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിൻ്റെ പേര് എഴുതാനാണ്. ആൻസർ ഇയർ ഓസിക്കിൾസ് എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദിസ് പാർട്ട് ഇൻഫ്ലുവൻസ് ദ സെൻസ് ഓഫ് ഹിയറിംഗ്? ഇതെങ്ങനെയാണ് സെൻസ് ഓഫ് ഹിയറിങ്ങിന് സഹായിക്കുന്നത് എന്നാണ്. ഇയർ ഓസിക്കിൾസ് ടിംപാനത്തിൻ്റെ വൈബ്രേഷൻ കൂട്ടുകയും അതിനെ ഇൻറ്റേർണൽ ഇയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഇയർ ഓസിക്കിൾസ് ആംപ്ലിഫൈസ് ആൻഡ് ട്രാൻസ്മിറ്റ്സ് ദ വൈബ്രേഷൻ ഓഫ് ടിംപാനം ടു ദി ഇൻറ്റേർണൽ ഇയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്ററി കനാൽ ഓഫ് ഇയർ ഈസ് ലൈൻഡ് വിത്ത് സ്മോൾ ഹെയർസ് ആൻഡ് വാക്സ്. റൈറ്റ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദീസ് ഹെയർ ആൻഡ് വാക്സ് ഇൻ ഓഡിറ്ററി കനാൽ. ഓഡിറ്ററി കനാലിലെ ഹെയറിൻ്റെയും വാക്സിൻ്റെയും ഉപകാരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓഡിറ്ററി കനാലിലെ ഹെയറും വാക്സും മറ്റുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ബോഡിയിലേക്ക് കടക്കുന്നതിൽ നിന്ന് തടയും. അതായത് ദേ ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഡസ്റ്റ് ആൻഡ് ഫോറിൻ പാർട്ടിക്കിൾസ് ഫ്രം എൻ്ററിങ് ദി ബോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദി ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ഇൻറ്റേർണൽ ഇയറിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. എ, ബി എന്നിങ്ങനെ ലാബിൽ ചെയ്തിട്ടുണ്ട് പാർട്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി പാർട്സ് എ ആൻഡ് ബി. എ, ബി എന്ന് ലാബിൽ ചെയ്ത ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദി ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്സ് ഇൻ കോക്ലിയ ഹെൽപ്പ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ്? ഇമ്പൾസസ് ഫോം ചെയ്യുന്നതിന് കോക്ലിയയിലെ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ എന്നടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഓവൽ വിൻഡോയും ബി എന്നടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം റൗണ്ട് വിൻഡോയും ആകുന്നു. കോക്ലിയയിലെ ഫ്ലൂയിഡിന് മൂവ്മെൻറ്റ് സംഭവിക്കുമ്പോൾ കോക്ലിയയിലെ ഓർഗൻ ഓഫ് കോട്ടിയിലെ ഹെയർ സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ദി മൂവ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് ദി കോക്ലിയ, ദി സെൻസറി ഹെയർ സെൽസ് ഓഫ് ഓർഗൻ ഓഫ് കോട്ടി ഓഫ് കോക്ലിയ ആർ സ്റ്റിമുലേറ്റഡ് ആൻഡ് ഇമ്പൾസസ് ആർ ജനറേറ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഒബ്സർവ് ദി ഫിഗർ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ എ, ഐഡൻറ്റിഫൈ ദി പാർട്സ് ഇൻഡിക്കേറ്റഡ് ആസ് 1 and 2. Question B, how do 3 and 4 help in maintaining the balance of the body? 1, 2 എന്നിങ്ങനെ ഇൻഡിക്കേറ്റഡ് ചെയ്ത ഭാഗങ്ങൾ കണ്ടെത്തുക. 3, 4 എന്നിവ എങ്ങനെയാണ് ബോഡി ബാലൻസിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസറിലോട്ട് പോകാം. 1 എന്ന് എഴുതിയ ഭാഗം വെസ്റ്റിബുലാർ നെർവും 2 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത ഭാഗം ഓഡിറ്ററി നെർവുമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 3, 4 എന്നിവ എങ്ങനെയാണ് ബോഡി ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നായിരുന്നു. ആദ്യം 3, 4 എന്നിവ ഏതാണെന്ന് എഴുതണം. 3 വെസ്റ്റിബ്യൂളും 4 സെമി സർക്കുലർ കനാലുമാകുന്നു. ഹെഡ് മൂവ് ചെയ്യുമ്പോൾ വെസ്റ്റിബ്യൂളിലെയും സെമി സർക്കുലർ കനാൽസിലെയും എൻഡോലിംഫും മൂവ് ചെയ്യുന്നു. ഇത് കാരണമായിക്കൊണ്ട് സെൻസറി ഹെയർ സെൽസും മൂവ് ചെയ്യുകയും ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഇമ്പൾസസ് വെസ്റ്റിബുലാർ നെർവിലൂടെ സെറിബെല്ലത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതായത് മൂവ്മെൻറ്റ്സ് ഓഫ് ഹെഡ് ബ്രിങ് about the movement of endolymph present inside the vestibule and semicircular canals. This causes movement of sensory hair cells and generate impulses. These impulses are transmitted by the vestibular nerves to the cerebellum. Next question നോക്കാം. Arrange the statements related to the maintenance of body equilibrium in correct order. ഇവിടെ ഓർഡർ തെറ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ജനറേറ്റ് ഇമ്പൾസസ്, cerebellum maintains the body equilibrium, body movements create the movement of fluid inside the vestibule and semicircular canal, vestibular nerve transmits the impulse to cerebellum, stimulates the sensory hair cells. ഇവിടെ ആദ്യം തന്നെ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്.
നമുക്ക് ബോഡി ബാലൻസിങ്ങിൻ്റെ ഫ്ലോ ചാർട്ട് അറിയാം. ആദ്യം മൂവ്മെൻറ്റ് ഓഫ് ഹെഡ് നടക്കും. ഈ മൂവ്മെൻറ്റ് വെസ്റ്റിബ്യൂളിലെയും സെമി സർക്കുലർ കനാൽസിലെയും എൻഡോ ലിംഫിന് മൂവ്മെൻറ്റ് ഉണ്ടാക്കുകയും ഇത് സെൻസറി ഹെയർ സെൽസിന് മൂവ്മെൻറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ജനറേറ്റ് ചെയ്ത ഇമ്പൾസുകൾ വെസ്റ്റിബുലാർ നെർവ് സെറിബെല്ലത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സെറിബെല്ലം മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ബോഡി. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഓർഡർ CEADB എന്നീ ഓർഡറിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു വി എക്സ്പീരിയൻസ് ദ ടേസ്റ്റ് ഓഫ് ചോക്ലേറ്റ്? നമുക്ക് എങ്ങനെയാണ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഫ്ലോ ചാർട്ടാക്കി എഴുതാം. ചോക്ലേറ്റ് പാർട്ടിക്കിൾസ് സലൈവയിൽ ഡിസോൾവ് ആകുന്നു. ടേസ്റ്റ് ബഡ്സിലെ കീമോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ആകുന്നു. ഇമ്പൾസസ് ഫോം ചെയ്യുന്നു. സെൻസറി നെർവ് അതിനെ സെറിബ്രത്തിലേക്ക് ക്യാരി ചെയ്യുന്നു. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അറിയാൻ നമുക്ക് സാധിക്കുന്നു. ഫുഡ് പാർട്ടിക്കിൾസ് ഡിസോൾവ് ഇൻ സലൈവ. കീമോ റിസപ്റ്റേഴ്സ് ഇൻ ടേസ്റ്റ് ബഡ്സ് ആർ സ്റ്റിമുലേറ്റഡ്. ഇമ്പൾസസ് ആർ ഫോംഡ്. സെൻസറി നെർവ് ക്യാരി ഇമ്പൾസസ് ടു സെറിബ്രം. സെൻസ് ഓഫ് ടേസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു വി ഡിറ്റക്ട് സ്മെൽ? എങ്ങനെയാണ് നമുക്ക് സ്മെല്ല് തിരിച്ചറിയാൻ കഴിയുന്നത്? ഒരു ഫ്ലോ ചാർട്ട് നോക്കാം. Aromatic particles diffuse in the air and enter the nostrils. Aromatic particles dissolve in mucus inside the nostrils and react the olfactory receptors. Then olfactory receptors are stimulated and impulses are formed. Impulses reach the olfactory center of cerebrum through olfactory nerve. Cerebrum identifies and we sense the smell of the substances. Next question നോക്കാം. Redraw the diagram. Identify the parts from hints given and label them. താഴെ ഒരു ഐൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി പാർട്ട് വേർ ദി പിഗ്മെൻറ്റ് മെലാനിൻ ഈസ് പ്രസൻറ്റ്. പിഗ്മെൻറ്റ് മെലാനിൻ അടങ്ങുന്ന ഭാഗത്തിനെ വരച്ചിട്ട് പേര് എഴുതി അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ബി, ദി പാർട്ട് ഓഫ് റെറ്റിന വേർ ദർ ഈസ് നോ ഫോട്ടോ റിസെപ്റ്റേഴ്സ്. റെറ്റിനയുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ലാത്തൊരു ഭാഗത്തെ അടയാളപ്പെടുത്തുക എന്നാണ് പറഞ്ഞത്. സി, the part filled with fluid which is formed from blood and is reabsorbed into blood. ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യുകയും ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യുകയും ചെയ്യുന്ന ഫ്ലൂയിഡ് ഉണ്ടാകുന്ന ഭാഗത്തിനെ ലേബൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമുക്കതിനെ ഓരോന്നായിട്ട് ലേബൽ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെലാനിൻ എന്ന പിഗ്മെൻ്റ് അടങ്ങുന്നത് ഏത് പാർട്ടിലാണെന്നാണ്. മെലാനിൻ അടങ്ങുന്നത് ഐറിസിലാണ്. ഐറിസ് കോർണിയയുടെ പിൻഭാഗത്തായിട്ടാണ് നിലകൊള്ളുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെറ്റിനയിലെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ലാത്ത ഭാഗം ഏതാണെന്നാണ്. ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ലാത്തത് ബ്ലൈൻഡ് സ്പോട്ടിലാണ്. ഇവിടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ലാത്തതിനാൽ വിഷൻ പോസിബിൾ ആവുകയില്ല. തേർഡ് ക്വസ്റ്റ്യൻ, ബ്ലഡിൽ നിന്ന് ഫോം ആവുകയും ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ആവുകയും ചെയ്യുന്ന ഫ്ലൂയിഡ് അടങ്ങിയിരിക്കുന്ന ഭാഗം ഏതാനാണ്. ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യുകയും റീഅബ്സോർബ് ചെയ്യുകയും ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ പേര് അക്യൂസ് ഹ്യൂമർ എന്നാണ്. അത് അടങ്ങിയിരിക്കുന്ന ഭാഗത്തിൻ്റെ പേര് അക്വസ് ചേംബർ എന്നുമാണ്.